അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കൊക്കെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ വേഗം പോയി നേർച്ചയിടൂലേ, നമ്മുടെ ആവശ്യം നിറവേറാൻ വേണ്ടിയിട്ട്. പല രൂപത്തിൽ പല രീതിയിലാണ് നമ്മളിൽ പലരും നേർച്ചയിടുന്നത് അല്ലേ. നിങ്ങളൊക്കെ എങ്ങനെയാണ് നേർച്ചയിടൽ? ഞാൻ എൻ്റെ ഒരു സെഷൻ അറിയണത് ഞാൻ ഈ മഹാന്മാരെ മുൻനിർത്തിയിട്ടാട്ടോ ചെയ്യൽ. നിങ്ങളൊക്കെ എങ്ങനെ ചെയ്യൽ എന്ന് എല്ലാവരും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുകയൊക്കെ ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസമോ പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ ഞാനൊക്കെ ആദ്യം നേർച്ചിടുക ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാനൊരു മഹാനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആ മഹാൻ്റെ പേരിൽ നമ്മൾ നേർച്ചിട്ടിട്ട് എന്ത് നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരിക തന്നെ ചെയ്യും. പിന്നെ മാത്രമല്ല, എൻ്റെ വീടിൻ്റെ അടുത്താട്ടോ ഈ മഹാൻ്റെ മക്ബറ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു മഹാൻ തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. അപ്പോൾ മഹാൻ്റെ പേരാണ് മഹാനായ ഷെയ്ഖ് കണ്യാല മൗല ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ. അപ്പോൾ ഈ മഹാൻ ഒരുപാട് കറാമത്തുകളുണ്ട്. അപ്പോൾ ആരെങ്കിലും ഈ കണ്യാല മൗലയുടെ അടുത്ത് വീടുള്ളവരൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ വഫാത്ത് ദിനമാണ്, ആണ്ട് ദിനമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കഴിയുന്നവരൊക്കെ നമ്മളെ കൊണ്ട് കഴിയണത് സൂറത്ത് യാസീൻ, ഫാത്തിഹ സൂറത്തൊക്കെ ഓതി നമ്മൾ ദുആ ചെയ്യണം. നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ നിറവേറാൻ ഇത് കാരണമാകും. അപ്പോൾ ഇന്ന് നമ്മൾ മഹാനവറുകളുടെ പേരിൽ നമുക്ക് കഴിയുന്നതൊക്കെ ചെയ്ത് നമ്മുടെ ആവശ്യങ്ങളും ലക്ഷ്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നൊക്കെ മറികടക്കാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. നമുക്ക് അതിൽ നിന്നൊക്കെ ഫലം കിട്ടും അല്ലേ. നമുക്ക് വിശ്വാസമുണ്ടോ എന്നാൽ നമുക്ക് അതിൽ നിന്നൊക്കെ ഫലം കിട്ടും. നമുക്ക് വിശ്വാസമല്ലേ, നമ്മൾ ചെയ്യണ ഒരു അമൽ നമ്മളൊരു ഒരു വിശ്വാസമില്ലായ്മയിലൂടെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിന് നമുക്ക് ഫലം എന്തെങ്കിലുമൊക്കെ ഒരു തട്ടിത്തിരവ് ഉണ്ടാവും. അപ്പോൾ ഈ മഹാൻ്റെ ഹക്ക് ജാഹ് ഫളിൽ കൊണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാറ്റിത്തരട്ടെ അല്ലേ. അപ്പോൾ നമുക്കൊക്കെ ഒരുപാട് ഉദ്ദേശങ്ങളാണ്, പല ലക്ഷ്യങ്ങളാണ്, ഒരുപാട് കടങ്ങളൊക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ ആ കടങ്ങളൊക്കെ വീടാൻ വ്യത്യസ്തമായ വഴികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തുറന്നു തരട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. നമുക്ക് എല്ലാവരും കഴിയുന്നവരൊക്കെ ഈ മഹാൻ്റെ പേരിൽ നിങ്ങളൊരു ഫാത്തിഹ സൂറത്തൊക്കെ ഓതിയിട്ട് ആവശ്യം അള്ളാഹുവിലേക്ക് സമർപ്പിച്ച് നോക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് തരിക തന്നെ ചെയ്യും. നിങ്ങളിങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയാൽ ആ ഒരു വിശേഷവും നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. കാരണം നമ്മുടെ കമൻറ്റുകളാണ് മറ്റുള്ളവർക്കൂടെ പ്രയോജനമാവുന്നത്. ഞാൻ ഈ പറയണതിൽ എന്തെങ്കിലും പോരായ്മകളോ അല്ലെങ്കിൽ ഇപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ പല കമൻറ്റുകളും നമ്മളിങ്ങനെ കണ്ടല്ലേ, അധികം പരത്തി നീട്ടി പറയണ്ടെന്നൊക്കെ. പക്ഷേ നമുക്ക് നമ്മൾ ഓരോ സാഹചര്യത്തിലൂടെ പല പ്രതിസന്ധി ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് പല ബുദ്ധിമുട്ടും ഇടങ്ങേറും ദുഃഖങ്ങളെ പോലെ എല്ലാ സംഭവങ്ങളും എനിക്കുണ്ട്. അപ്പോൾ അതിന്നൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ട് എനിക്ക് ഫലം കിട്ടിയപ്പോൾ അതിൻ്റെ സന്തോഷം എത്രയെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്രക്കും സന്തോഷമാണ്. അപ്പോൾ അത് തന്നെ ചിലപ്പോൾ റിപ്പീറ്റ് അടിച്ചിട്ട് അങ്ങനെ പറയും. അതിലെല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു കേട്ടോ. എനിക്ക് വേഗം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പെട്ടെന്ന്
2 മിനിറ്റിലോ 1 മിനിറ്റിലോ അല്ലെങ്കിൽ ഒരു 3 മിനിറ്റിലോ ഒക്കെ ഇതാവണമെന്നുണ്ട്. പക്ഷെ എന്താ അറിയോ, നമുക്കത് നമ്മളെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും ഒരു സന്തോഷം വന്നാൽ, ഞാനങ്ങനെ കേട്ടോ, എൻ്റെ പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. എനിക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷമോ അല്ലെങ്കിൽ സങ്കടം വന്നാൽ അത് മനസ്സിൽ നിന്ന് പോകില്ല. സന്തോഷം വന്നാൽ അത് ആരോടെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം ഒരുപാട് പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് നമ്മളിങ്ങനെ ഈ ഒരു നിലയിൽ അൽഹംദുലില്ലാഹ് ഇതുപോലെ എത്തിയത്. അപ്പോൾ ഞാനത് നിങ്ങളുമായി ഷെയർ ചെയ്യുമ്പോൾ, കാരണം നമ്മൾ ആദ്യം ഫോണിന് അഡിക്റ്റും അങ്ങനെ അള്ളാഹുവിലേക്കൊരു അടുപ്പമില്ലാതിരുന്നപ്പോൾ മനസ്സിന് എന്താ പറയുക, ഒരു എങ്ങനെ പറഞ്ഞു തരികയെന്നറിയില്ല. ആ ഒരു ഇതിൽ എനിക്കെപ്പോഴും പ്രശ്നങ്ങൾ, എനിക്കെപ്പോഴും എനിക്ക് മാത്രമേ ഉള്ളൂ, ആ ഒരു ചിന്തയിലൂടെയൊക്കെയായിരുന്നു കടന്നു പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ അള്ളാഹുവിനോട് കൂടുതൽ കൂടുതൽ അടുത്തപ്പോൾ നമുക്ക് എത്ര പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഓരോ ലൈഫിൽ ഓരോ മാറ്റങ്ങൾ കണ്ടുവരികയാണ്. അപ്പോൾ അത് നിങ്ങളോട് ഞാൻ എനിക്ക് കിട്ടിയതോ അല്ലെങ്കിൽ എൻ്റെ വേണ്ടപ്പെട്ടവർക്ക് കിട്ടിയതോ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ, പക്ഷെ നമുക്ക് അവരുടെ സന്തോഷവും എൻ്റെ സന്തോഷമൊക്കെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റണ ഭാഗങ്ങൾ കണ്ടോളി, അല്ലാത്ത ഭാഗം നിങ്ങൾ സ്കിപ്പ് ചെയ്തോളി കേട്ടോ. കാരണം നമുക്ക് സന്തോഷം വരും, നമ്മളങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. നമുക്ക് എന്തെങ്കിലും നമ്മളെ ലൈഫിൽ നമ്മൾ അനുഭവിച്ചിരിക്കണമെങ്കിൽ നമുക്ക് ആ ഒരു കാര്യം നമ്മൾ മറക്കില്ലല്ലോ. ഇപ്പം ഇനി നിങ്ങളിൽ ആരുടെയെങ്കിലുമൊക്കെ ഉപദ്രവം, എന്തിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളെ വീടുകളിലൊക്കെ ഉള്ള അമ്മമാരുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കണ, പണ്ട് കാലം മുതലേ നമ്മൾ കേൾക്കണ ഒരു ഇതാണല്ലോ ഈ അമ്മ പോര് എന്നൊക്കെ പറഞ്ഞാൽ, അതേപോലെ നാത്തോം പോരെ. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അവർ നന്നായി കഴിഞ്ഞാലും നമുക്ക് എപ്പോഴും ഇവരായിരുന്നല്ലോ ഇന്നങ്ങനെ ചെയ്തിരുന്നത്, അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുമല്ലോ. അതേപോലെയാണ് നമ്മൾ ലൈഫിൽ നമുക്കൊരു സന്തോഷം അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ട് അതിന് വിജയം, അതിന് എഫക്റ്റ് കിട്ടിയാൽ നമുക്ക് ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. എന്നാലും അൽഹംദുലില്ലാഹ് എനിക്കത് കിട്ടിയല്ലോ, എൻ്റെ ലൈഫ് ശരിയാവുണ്ടല്ലോ, എനിക്ക് റാഹത്താവുണ്ടല്ലോ, ഐശ്വര്യം കാണുന്നുണ്ടല്ലോ, അങ്ങനെ വരും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.